ഹാന ചേച്ചി പറഞ്ഞു അത് തന്നെ. ഇന്നിപ്പോൾ ഇല്ല കേട്ടോ. ഇന്നലെ ഞാൻ ഇൻസ്റ്റാ സ്റ്റോറി ചെയ്തപ്പോൾ ആ പാട്ട് ഭയങ്കര ലൗഡ്. ഇപ്പം എന്ത് കുറച്ച് നേരത്തേക്ക് ഓഫാക്കി തോന്നുന്നു, ഇപ്പോൾ കേൾക്കുന്നില്ല. അത് തന്നെയാണ് ആ സംഭവം. ഓക്കെ, നമുക്ക് ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, സൗണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റാതിരിക്കുന്നത്. ഇപ്പം എന്തായാലും പാട്ടൊന്നും കേൾക്കുന്നില്ല. ഓസി എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് ചിയർഫുൾ കിഡായിരുന്നു ആസ് എ ചൈൽഡ്. നമ്മുടെ വീട്ടിൽ തന്നെ വരുന്ന പല ഗസ്റ്റുകൾക്കായാലും ഒരു സെക്കൻഡ് സർക്കിളിലൊക്കെയുള്ള നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ ആയാലും എല്ലാവരും പിന്നെ കാണുമ്പോൾ ചോദിക്കുന്നത് ഓസിക്ക് സുഖമാണോ അങ്ങനെ. ബിക്കോസ് അവർ വീട്ടിൽ വന്നിട്ട് പോയാൽ ഏറ്റവും അധികം ഒരു പക്ഷേ അവരോട് പോയി സംസാരിക്കുക, അവരുടെ കൂടെ ഇരിക്കുക, അവരെ മുമ്പ് എന്തെങ്കിലും പെർഫോം ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഓസിയായിരിക്കും. അമ്മു അന്നും ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സൊക്കെ അമ്മു എപ്പോഴും എന്തെങ്കിലും ഹോംവർക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടാവുമല്ലോ. ഇഷാനി എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല വീഡിയോസ്, എവിടെയെങ്കിലും മൂഡ് ഓഫ് ആയിട്ട് ഇടണം. ഓസി ആയിരിക്കും ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. ഓസി ടീൻസൊക്കെ വരെ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയായിരുന്നു. വളരെ 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 ബബ്ലിയായിരുന്നു. പിന്നെ കുറച്ച് വലുതായി കുറച്ച് വികൃതിയൊക്കെ ആയി തുടങ്ങുമ്പോൾ അവന് ഞാൻ വഴക്ക് പറയുന്നു, അപ്പോൾ എന്നോട് ദേഷ്യം വരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു പീരീഡ് ഉണ്ടല്ലോ, ലൈക്ക് അമ്മമാർ പറയുന്നതൊക്കെ പിള്ളേർക്കൊരു ദേഷ്യം തോന്നുന്ന ഒരു പീരീഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലോങ് പീരീഡ് എനിക്ക് വിത്ത് ഓസി ഉണ്ടായിരുന്നു. ബട്ട് അഗൈൻ ബാക്ക് ടു നോർമൽ, ഫ്രണ്ട്ലി ആൻഡ് നൈസ്. എൻ്റെ മിക്ക ദിവസങ്ങളും ഹെക്റ്റിക് ഡേ ആണ്. ആൻഡ് സിക്ക് എന്ന് വെച്ചാൽ യൂഷ്വലി എനിക്കൊരു തലവേദനയാണ് എനിക്കൊരു സിക്നെസ് തോന്നുന്നത്. പറ്റുവാണെങ്കിൽ ഈശാനി വീട്ടിലുണ്ടെങ്കിൽ ഉച്ചയിൽ എണ്ണ ഇട്ടിട്ടൊന്ന് മസാജ് ചെയ്യിപ്പിക്കും. ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ പോയി ഒരു ഓയിൽ മസാജ് ചെയ്യും. അല്ലാതെ വേറെ കൈൻഡ് ഓഫ് സിക്ക് ഫീൽ ആണെങ്കിൽ ഒന്ന് നന്നായിട്ട് ഫ്രഷ് ആയിട്ടൊന്ന് കുളിച്ച് ഒന്നൊന്ന് റിലാക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശരിയാവും. ആർ യു ഫീലിംഗ് സിക്ക്? ശരിക്കും ഒന്ന് കുളിച്ച് ഒരു നല്ല ചായ കുടിക്കാൻ ഇഷ്ടമുള്ള ആണെങ്കിൽ ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നു നേരത്തെ ഒന്ന് കിടന്നൊക്കെ ഉറങ്ങിയാൽ മേ ബി യു മൈറ്റ് ഫീൽ ബെറ്റർ. ഐ വിൽ ഡു ദാറ്റ് സംടൈംസ്. Or just do something that you really like to do. Then you will feel really much better. എന്താണ് what is really worrying you? ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഐ മീൻ അതനുസരിച്ച് യു ലൈക്ക് ടു ട്രീറ്റ് ഇറ്റ് ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഇസ്. എന്നാലും നല്ല കുളിച്ച് നല്ല ഫ്രീ ആയിട്ട് വന്നിരുന്നാൽ യൂഷ്വലി ഫീൽ നൈസ്. ധാരാളം പേര് എന്നോട് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്. കുട്ടികളൊക്കെ ഏൺ ചെയ്ത് തുടങ്ങുന്നത് വരെ കംപ്ലീറ്റ് നമ്മൾ നോക്കിയിരുന്നു. എല്ലാവരും ഏൺ ചെയ്ത് തുടങ്ങിയപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യും. അവരവർക്ക് പറ്റുന്ന പോലെ അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ഇറ്റ്സ് റിയലി നൈസ്. 4 പിള്ളേർ അതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യും എല്ലാത്തിനും. എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ ട്രിപ്സ് പോകുമ്പോൾ എങ്ങനെയാണ്, ലൈക്ക് എങ്ങനെയാണ്, ഹൂ വിൽ സ്പെൻഡ്, ഒരാളാണോ സ്പെൻഡ് ചെയ്യണം, എല്ലാവരും ആണോ? എവറിബഡി സ്പെൻഡ്സ്. എല്ലാവരും ഈക്വലായിട്ട് സ്പെൻഡ് ചെയ്യും. കൂടുതലുള്ള ആൾ, കുറവുള്ള ഒരാൾക്ക് വേണ്ടി ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ ഇടും. അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോകും. വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ബിഗിനിങ് ഓഫ് ദ മന്ത് എവറിബഡി പുട്സ് എ ഷെയർ. അതല്ലേ നല്ലത്. എല്ലാവരും ഏൺ ചെയ്യുമ്പോൾ ഇത് എവറിബഡി പുട്സ് എ ഷെയർ. ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് എല്ലാവർക്കും അത് കംഫർട്ടബിൾ ആവും. സോ അത്യാവശ്യം എല്ലാവർക്കും സേവ് ചെയ്യാനും പറ്റും, എന്നാൽ എല്ലാവരും സ്പെൻഡും ചെയ്യുന്നുണ്ട്. നല്ലതല്ലേ? അത് അങ്ങനെ കാണാതെ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മു എല്ലാവരും തമ്മിൽ സെയിം കൈൻഡ് ഓഫ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ അമ്മു ഒരു ചെറിയൊരു പഠിപ്പിസ്റ്റ് കൈൻഡ് ഓഫ് കുട്ടിയായിരുന്നു. ആൻഡ് ഇഷാനി ജനിച്ചു കഴിഞ്ഞപ്പോൾ ഓസി ആൻഡ് ഇഷാനി ഇപ്പോൾ ലിറ്ററലി ഒരു ട്വിൻസിനെ പോലെയായിരുന്നു. ലൈക്ക് ഓൾവേസ് ടുഗെദർ, ഡൂയിങ് ഓൾ തിങ്സ് ടുഗെദർ, അങ്ങനെയായിരുന്നു. സോ ലൈക്ക് നാച്ചുറലി അമ്മു വീട്ടിലൊരു ബിഗ് ഗേൾ ആയിരുന്നു. ആൻഡ് അമ്മു ഒരു ടീം പോലെ ഇഷാനി ആൻഡ് ഓസിയും ഒരു ടീം, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ. പക്ഷെ വേണ്ട സമയത്തെല്ലാം ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. പക്ഷെ നമുക്ക് ഓൺ ദ ഹോൾ ഇപ്പം ഞാൻ ഓസി ഇഷാനിയെ വിളിക്കുന്നത് ഓസി ഇഷാനി, അമ്മു ഒരാൾ, ഓസി ഇഷാനി മറ്റൊരാൾ. അപ്പോൾ അങ്ങനെയായിരുന്നു കാലങ്ങളോളം. പിന്നെ ഹൻസും ഒക്കെ ജനിച്ചു കഴിഞ്ഞപ്പോൾ അമ്മു പെട്ടെന്ന് സീനിയർ ക്ലാസ്സസിലെത്തുന്നു. അമ്മൂന് എപ്പോഴും ട്യൂഷൻ, അമ്മൂൻ്റെതായ ഒരു ഇത്. ഓസിയും ഇഷാനിയും ലൈക്ക് ഓൾവേസ് ടുഗെദർ. എവിടെയും ഡാൻസിനും എവിടെ പോയാലും അവർ ടുഗെദർ. സോ അതുകൊണ്ട് ഒരു ബോണ്ടിങ്ങിന് പോലെയുള്ളൊരു ടൈം അവർ തമ്മിൽ അങ്ങനെ ഒത്തു വന്നില്ല. ഓസി ജനിച്ചപ്പോൾ അമ്മു വാസ് ആക്ച്വലി ക്വൈറ്റ് എക്സൈറ്റഡ്. ലൈക്ക് അമ്മയ്ക്ക് ബേബി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞ ഉടനെ കിച്ചു അമ്മുവിനെ കൊണ്ട് ബാബ സ്റ്റുഡിയോയിൽ പോയി. അന്ന് ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് മറ്റേ റീല് വാങ്ങണമല്ലോ, മറ്റേ കോണിക്ക അങ്ങനത്തെയൊക്കെ റീൽ. അങ്ങനെ കിച്ചു അമ്മുവിനെ കൊണ്ട് ബാബാസിൽ പോയി റീല് വാങ്ങിച്ചു. അന്ന് അവിടെ വെച്ചെടുത്ത് ക്യാമറയിൽ ലോഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഫോട്ടോ അമ്മു ഇങ്ങനെ തൊപ്പി വെച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണാൻ, ഓസിയെ കാണാൻ വന്നത്. അമ്മു ഇസ് വെരി എക്സൈറ്റഡ് സീയിങ് ദ ബേബി. ഫസ്റ്റ് ഡേ ഷീ ഈസ് വെരി വെരി എക്സൈറ്റഡ്. സെക്കൻഡ് ഡേ വന്നപ്പോൾ ആ ബേബിക്ക് കിട്ടുന്ന അറ്റൻഷനൊക്കെ കണ്ടപ്പോൾ അമ്മൂന് കുറച്ച് ഒരു ഇറിറ്റേഷൻ.
സെക്കൻഡ് ഡേ അമ്മ അവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞു വിളിക്കുന്നതൊക്കെ ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട് ഞാൻ അമ്മൂനെ എടുക്കണം, അമ്മൂന് എൻ്റെ മടിയിലിരിക്കണം. അപ്പോൾ എല്ലാവരും അയ്യോ അമ്മയ്ക്ക് വയ്യ എന്നൊക്കെ പറയുമ്പോൾ അത് അമ്മൂന് ഡൈജസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ എന്നാലും അമ്മൂന് ഇഷ്ടമൊക്കെ ആയിരുന്നു. പോപ്പി കൂടെ വെച്ചൊക്കെ അടിച്ചത് ചെറിയൊരു ഒരു കുട്ടിക്കളി അത്രേ ഉള്ളൂ. അഹാനയോടും ഇഷാനയോടും എന്തിനാ ചോദിക്കുന്നത്? ഞാനും അതാ യൂസ് ചെയ്യുന്നത്. ഞാനും അയ്യോ ഗലേമ കിച്ച് കിച്ച് ആ സെയിം ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് വന്ന് ക്വസ്റ്റ്യൻ DM ഇടൂ, ഡൗട്ട് ചോദിക്കും, ഞാൻ അതിൽ അയച്ചു തരാൻ പേര്. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല, അത് ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് ഫ്രം ഹിയർ, ഇറ്റ്സ് ഫ്രം USA. അമ്മൂൻ്റെ ഫ്രണ്ട് അമ്മൂന് കൊണ്ട് കൊടുത്തതാണ്, അമ്മൂൻ്റെ ലിൻ്റെ ചേച്ചി കൊണ്ട് കൊടുത്തതാണ്. അതിനുശേഷം വേറെ ആരോ അമ്മൂൻ്റെ ഫ്രണ്ട് എവിടെ പോയപ്പോൾ വാങ്ങി. എനിക്കിപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് എനിക്കത് കൊടുത്തു വിട്ടു. എൻ്റെ പേര് കാണാതെ അറിയത്തില്ല. പക്ഷേ ഇവർ യൂസ് ചെയ്യുന്ന സെയിം സാധനമാണ് ഞാൻ യൂസ് ചെയ്യണം. നിങ്ങൾ എൻ്റെ ഫേസിലായിട്ടൊരു ശ്രദ്ധിച്ചില്ലല്ലേ, ഞാൻ ഇനി ഇച്ചിരി കൂടെ ഇടാം, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും. എനിക്ക് വേറൊരു മെസ്സേജ് ഇടും കേട്ടോ, ഞാൻ അതിൻ്റെ പേരിട്ട് തരാം. അതിവിടെ കിട്ടത്തില്ല, ഓൺലൈനും കിട്ടത്തില്ല, ഇവിടുത്തെ ഓൺലൈനിലൊന്നും കിട്ടത്തില്ല. പേര് ഞാൻ മറന്നുപോയി. ഐ തിങ്ക് ഇറ്റ്സ് എ ബിറ്റ് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു. ഗിഫ്റ്റ് കിട്ടിയോണ്ട് വില അറിയത്തില്ല. നമ്മൾ ഇന്നലെ തുടങ്ങിയ Q&A, അയ്യോ ഞാൻ വിചാരിച്ച സമയം കഴിഞ്ഞ് എല്ലാം ക്വസ്റ്റ്യനും പോയി കാണുന്നു. ഇന്നെനിക്ക് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വെറുതെ അയ്യോ ഇന്നലെ ഞാൻ ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടല്ലോ, ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ Q&A. വെറുതെ നോക്കിയപ്പോൾ അതിപ്പോഴും ഉണ്ട്. വിൽ ഓസി ചൂസ് C-സെക്ഷൻ? ചുമ്മാ ആരെങ്കിലും പോയി C-സെക്ഷൻ ചൂസ് ചെയ്യൂ? ഐ ഡോണ്ട് നോ കേട്ടിട്ടുണ്ട്, ചിലർ എനിക്കറിയൂടാ. പക്ഷെ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഡോക്ടേഴ്സ് അതല്ലേ പറയൂ, കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലേ C-സെക്ഷന് പോകും. അയ്യോ ഓസിക്കൊരു ഇഞ്ചക്ഷൻ വരെ പേടിയാ. ഓസി എന്തായാലും അങ്ങോട്ട് പോയി C-സെക്ഷൻ വേണമെന്ന് ഒരിക്കലും പറയില്ല. നോർമലായിട്ട് വരട്ടെ, അതല്ലേ നല്ലത്.